ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ട്രിപ്പ് പോയാലോ? നമുക്കിന്ന് ആനകളുടെ ബാറെന്നറിയപ്പെടുന്ന ആനക്കുളത്തേക്ക് ട്രിപ്പ് പോകാം. അപ്പൊ നമ്മള് നമ്മുടെ മെയിൻ പാലമൊക്കെ കടന്ന് പോണേട്ടോ. അപ്പൊ നോക്കുമ്പോ ഒരു ഇടവഴി കാണും. അപ്പൊ വിചാരിച്ച് ഈ ഇടവഴി ഒന്ന് കയറി നോക്കിയാലോ. അങ്ങനെ ഞങ്ങള് ആ ഇടവഴി കയറി ഇങ്ങനെ കൊറേ മരങ്ങളൊക്കെ ഉള്ള ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയി. കുറച്ച് നിന്നപ്പോ ഒരു 2 ചേട്ടന്മാരെ കണ്ടു. അപ്പൊ ആ ചേട്ടന്മാര് പറഞ്ഞു, മക്കളെ ഈ വഴി പോയിട്ട് കാര്യമില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചാ ശരി, നമ്മളെന്തായാലും ആനക്കുളം കാണാനല്ലേ ഇറങ്ങിയ, അപ്പൊ തിരിച്ചു പോയേക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ദേ, ഈ വെള്ളച്ചാട്ടം നിങ്ങക്ക് മനസ്സിലായ? ഇത് നമ്മൾ മൂന്നാർക്ക് പോകുമ്പോ ഫസ്റ്റ് വെള്ളച്ചാട്ടം കാണില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കണം, ആ വെള്ളച്ചാട്ടമാണ് ഇത്. പക്ഷെ മഴയില്ലാത്തോണ്ട് വെള്ളമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പോന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ്. അപ്പൊ നോക്കുമ്പോ അതാ ഒരു അൽമദീന എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ കയറി. അവിടുത്തെ ബിരിയാണി കഴിച്ചപ്പോ അടിപൊളി, എന്ത് ടേസ്റ്റാ. അങ്ങനെ അതൊക്കെ വയറൊക്കെ നിറച്ച് കഴിച്ചത്. പിന്നെ അടുത്ത യാത്ര തുടങ്ങി. പിന്നെ വരണ വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടാ. എന്ത് രസമായിരുന്നു കാണാൻ. നോക്കിയ ഈ വഴികളൊക്കെ ഉണ്ടാ, എന്ത് ഭംഗിയാ കാണാൻ. ആകാശമൊക്കെ കണ്ട, എന്താ ഭംഗിയല്ലേ. അങ്ങനെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോ ഒരു ചെറിയൊരു വെള്ളമൊക്കെ പോണ ഒരു അരുവി പോലെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ്. അങ്ങനെ ഇറങ്ങിയതേ, എന്ത് രസമായിരുന്നു അവിടെ കാണാൻ. അധികം ആളുകളൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായി. വെള്ളത്തിലൊക്കെ തൊട്ടപ്പോൾ ഭയങ്കര തണുപ്പ്, നല്ല നല്ല രസമുള്ള വെള്ളവും നല്ലൊരു അടിപൊളി ഒരു സ്ഥലം. നല്ല സൈലൻസും കിളികളുടെ ഒച്ചയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോ അതേ കാണുന്ന എന്താടാ, നമ്മുടെ തേയിലത്തോട്ടങ്ങള്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ തേയിലത്തോട്ടങ്ങള് കാണുന്നേ. മൂന്നാറൊക്കെ പോണെന്ന് ഓർക്കുമ്പോ തന്നെ തേയിലത്തോട്ടല്ലേ, തേയിലത്തോട്ടം കാണാനല്ലേ നമ്മള് മൂന്നാറൊക്കെ പോണം. തേയിലത്തോട്ടം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചില്ല ആനക്കുളമൊക്കെ പോണ വഴിക്ക് തേയിലത്തോട്ടൊക്കെ ഉണ്ടാവുന്നു. എനിക്കത് കണ്ടപ്പോ അടിപൊളി, ഭയങ്കര സന്തോഷം. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി പോരാനുണ്ടായുള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ സ്ഥലം എത്തി. ഒന്നും പറയാനുണ്ടായില്ല. ഞാൻ ചെന്നപ്പോ തന്നെ നോക്കുമ്പോ എന്താടാ, ഒരു 10-12 ആനകൾ വെള്ളം കുടിക്കണം അവിടെ. ചിലവർക്ക് കുറെ കാത്തൊക്കെ ഇരിക്കുമ്പോ ആന ആന പറയണേക്കാം. പക്ഷെ ഞങ്ങൾക്ക് എന്തൊരു നല്ല ഭാഗ്യം ഉണ്ടായി. ഞാൻ ചെന്നപ്പോ തന്നെ കുറെ ആനകൾ, പിന്നെ കുറെ നേരം ഈ ആനക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഇരിക്കണതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആനകളൊക്കെ വെള്ളം കുടിക്കുന്ന സ്ഥലം. ഞങ്ങൾ ആ റോഡിന്റെ സൈഡിൽ ഇരുന്ന് ഈ ആനകളെയൊക്കെ നോക്കും. പക്ഷെ ആനകളൊന്നും നമ്മൾ നോക്കണേ ഇല്ല. ഞാൻ പേടിപ്പിക്കാൻ വരെ ഒന്നും ചെയ്യണില്ല. ആനകൾ അവിടെ ഇരുന്ന് അവരുടെ കാര്യം നോക്കി വെള്ളം കുടിക്കണം. മറ്റേ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഫെൻസിങ് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആനക്ക് ഇങ്ങോട്ട് ഓടി വരാം. അപ്പൊ ഞാൻ വിചാരിച്ച ആനകളൊക്കെ എന്താ അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് ഓടി വരാത്ത. ഈ ആനകളൊക്കെ ആണെങ്കിൽ എത്ര നേരം എന്നറിയാം ഇങ്ങനെ തഞ്ചിക്കണം, കുറേ നേരം ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കണം. ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ നോക്കുമ്പോ എന്താ, ഒരു ആന മാത്രം കണ്ട തുള്ളി കളിക്കണം. ഇതാണ് അവരുടെ കൂട്ടത്തിലൊരു കുസൃതി ആനയെന്ന് തോന്നണം, വികൃതി കുട്ടി. ബാക്കി എല്ലാരും വെള്ളം കുടിക്കുമ്പോ ഇവൻ മാത്രം ഇങ്ങനെ ഓടിക്കളിക്കണുണ്ട്. ഇവനെ കാണാൻ രസമുണ്ട്. അങ്ങനെ കുറച്ചേരം ആനകളെ കണ്ടിരുന്നപ്പോ ഞങ്ങക്ക് വിശന്നു. അപ്പൊ നോക്കുമ്പോ അടുത്തന്നെ ഒരു കുഞ്ഞിക്കട. അങ്ങനെ ഞങ്ങള് വേഗം അടിച്ചെന്നതേ കണ്ടപ്പോ ഞാൻ ഒരു മുളക് വെച്ചും ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ നോക്കുമ്പോ പഞ്ഞിമിഠായി അവിടെ. അങ്ങനെ പഞ്ഞിമിഠായി നിന്നും പിന്നെ ഒന്ന് ആനക്കുട്ടന്മാരൊക്കെ നോക്കി അവർക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്തത് ഞങ്ങള് പോന്നു. പോരണ വഴിക്കും ഒന്ന് തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി 2 സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ അതേ ആകാശമൊക്കെ കണ്ട് അങ്ങനെ പോന്നു. അപ്പോഴേക്ക് ഇരുട്ടായി. കണ്ട ആ വെട്ടല്ലേ, അത് മലയിലേക്ക് പുല്ലിന് തീയിട്ടതാണ്. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. എല്ലാവരും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് വെക്കണേ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ. ബൈ ബൈ.